ഗൈസ് ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മേ ബി ഇത് കുറെ ആൾക്കാർക്ക് ചിലപ്പം വേണ്ടാന്ന് തോന്നും, ചില ആൾക്കാർക്ക് ചിലപ്പം മേ ബി ഇത് ഇഷ്ടപ്പെടാനുള്ള ഇത് ആഗ്രഹിച്ച ആൾക്കാരുണ്ടാവും. ഇന്ന് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഈ ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം ഞാനിത് വന്ന് അനൗൺസ് ചെയ്താൽ പറയും സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങിയോണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്നൊക്കെ ചിലപ്പം ഓരോ പുണ്ടച്ചികൾ പറഞ്ഞുണ്ടാക്കി കളയും. അതുകൊണ്ട് പറയാണ്, വന്നവനും പോയവനും ഒക്കെ മറ്റേ മിത്രം എന്ന് പറഞ്ഞ് നിന്നവന്മാരൊക്കെ ശത്രുക്കളായ സ്ഥിതിക്ക് ഇത്ര നാളെ ശത്രുവായിട്ട് നിന്ന KV ആയിട്ടുള്ള എല്ലാ ഇഷ്യൂ ഞങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തു. അതായത് എനിക്കൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് തോന്നിയതാണ്. സരക്കിനോടും എന്നോടും എല്ലാം വന്ന് സംസാരിച്ചു, ബ്രാവോയോടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ചു. കാരണം അത് കുറേ വലുതായിട്ട് വിയേർഡായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. പേഴ്സണൽ റിവെഞ്ചിലൊക്കെ എത്തി, ഭയങ്കര ശോകമായിട്ട് ഇതായി തുടങ്ങി. സോ ദർ വിൽ ബി എ TVA x KVA ഉടനെ ഉണ്ടാവും. ലൈക്ക് അത് അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇനി താല്പര്യം. ഇനി വെറുതെ അടി ഉണ്ടാക്കാനുള്ള താല്പര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഇന്നിത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു ഗ്യാങ് നശിച്ചു പോകുന്ന കാണാൻ എന്തായാലും വയ്യ. അത്രയും ഒരു പവർഫുൾ ഗ്യാങ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഒപ്പോണൻ്റ് ആയിട്ട് നിന്നൊരു ഗ്യാങ്ങിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ഗ്യാങ് ആയിരുന്നു. അതുകൊണ്ട് അത് ഞങ്ങൾ ഈഗോ ഒക്കെ മറന്ന്, എല്ലാവരും ഈഗോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന് അതങ്ങ് സോൾവ് ചെയ്യാൻ പോണു. അത് അങ്ങനെ അങ്ങ് പോട്ടെ. ആ ഒരു ഗ്യാങ്ങിന് ഡൗൺ ടൈം വന്നപ്പോൾ ഇട്ടിട്ട് പോയവന്മാരെ പിടിച്ച് ഞാൻ കൂടെ നിർത്താതെ ആ ഗ്യാങ്ങിനെ ഞങ്ങൾ കൂടെ നിർത്താൻ പോവാണ്. ലൈക്ക് അത് ഞങ്ങളെന്നല്ലാതെ അവരാണേലും നമ്മളെ കൂടെ നിർത്തണം, ഞങ്ങൾ നിർത്തണം അങ്ങനത്തെ ഒരു ഇത് പറയല്ല. സോ ബ്രാവോ ആയിട്ടും അവരുമായിട്ടുള്ള ഇഷ്യൂ എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞ് സംസാരിച്ചു. ആൻഡ് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ അത് ബ്രാവോ ആയിട്ട് വരുമ്പോൾ ഞാൻ പറയാം. നെക്സ്റ്റ് ലൈവിൽ KVA മെമ്പേഴ്സ് നമ്മളിവിടെ ലൈവിലുണ്ടാവും. ആൻഡ് അവരെ ഞാൻ എൻ്റെ ലൈവിലൊന്ന് കൊണ്ടുവരും. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയും. അത് കാരണം അത് ഇനിയും അത് വേഴ്സായി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. കാരണം എൻ്റെ മനസ്സിൽ പോലും ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി എന്നെ ഹേർട്ട് ചെയ്ത് ബാധിച്ച കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അവരെയൊന്നും ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾക്ക് വിളിക്കത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അത് ഇങ്ങനെ മനസ്സിൽ കിടന്ന് വളർന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ സംസാരിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രാവോയോടും മാലിക്കിനോടും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ബാക്കി ഇന്ന് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് അത് സംസാരിച്ച് ഇത് ഞാൻ എൻഡ് ചെയ്തിട്ട് നാളെയാണ് പറയുന്നതെങ്കിൽ ചിലപ്പം ഈ പറയണത് പോലെ ഇവിടെ സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങിയോണ്ടാണ്, അല്ലെങ്കിൽ ഇതായോണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്നൊക്കെ ഓരോ പുണ്ടച്ചുകൾ പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് ഇന്നത്തെ ലൈവിൽ തന്നെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ അവരുടെ സൈഡിൽ നിന്ന് ഇനി എൻ്റെ സൈഡിൽ നിന്ന് വെറുതെ അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ട്രിഗറും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോകത്തില്ലെന്നുള്ളൊരു ഉറപ്പ് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയേക്കാം, സംസാരിക്കാം. നാളെ വന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കും. അത് നല്ലൊരു വർഷം, നല്ലൊരു തുടക്കമാവട്ടെ. ഈ സെർവറിൽ നിന്ന് ഇറങ്ങിയത് ഒരു മോശം കാര്യമായിട്ട് നിങ്ങൾ കൂട്ടരുത്. 2025 TVയിലെ ഏറ്റവും നല്ല ഡിസിഷനാണ് ഈ സെർവറിൽ നിന്ന് ലീവ് ചെയ്തതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് നിങ്ങൾക്കൊരു വേഴ്സ് ഡിസിഷനായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇതാണ് ദ ബെസ്റ്റ് ഡിസിഷൻ. ഞാൻ സത്യം പറയാം, ഇതാണ് ദ ബെസ്റ്റ് ഡിസിഷൻ. ആൻഡ് ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് ഇപ്പം കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഇതും കൂടെ ലൈക്ക് വൺ ഓഫ് ദ OG ഗ്യാങ്, നമ്മൾ പണ്ട് തൊട്ടേ അടിയും പിടിയും ചീത്തവിളിയും തന്തയ്ക്കുവിളിയും തള്ളക്കിവിളിയും എല്ലാം വിളിച്ച് ഇരുന്നുകൊണ്ടിരുന്ന ആ ഒരു ഗ്യാങ്ങിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. ഇനിയും ഉണ്ടാവും അടിയും. പക്ഷെ ഇനി ഇത് അങ്ങോട്ട് OCയിലോട്ട് പോകാത്തുള്ള രീതിയിൽ നോക്കണം. അതെനിക്ക് ഞാൻ അവരോടാണേലും അത് പറയണ ഒരു കാര്യമാണ്. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കീപ്പ് ചെയ്ത് കളിക്കാനുള്ളൊരു പ്ലാനാണ് മെയിനായിട്ട്. അത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾ TVയുടെ മെയിൻ അഡ്മിൻസ് ആണെങ്കിലും ഇപ്പോൾ KVയുടെ അഡ്മിൻസ് ആണെങ്കിലും അവർ തമ്മിൽ സംസാരിച്ച് ഇതാക്കിക്കോളാം. ബാക്കി പ്ലേയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ നോക്കിക്കോളാം. ആൻഡ് ദിസ് വിൽ ബാങ്. ആൻഡ് ബാക്കിയൊക്കെ അടുത്ത ദിവസം നമുക്ക് അവരെ വിളിച്ച് സെറ്റാക്കും ഗൈസ്. 2025 ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ഓൾറെഡി വിചാരിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രാവോയ്ക്ക് ഞാനൊരു കുറച്ച് നാൾ മുമ്പേ മെസ്സേജ് അയച്ചായിരുന്നു. പക്ഷെ ബ്രാവോ എന്നെ ബ്ലോക്ക് ആക്കിയതുകൊണ്ട് അവന് കാണാൻ പറ്റിയില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കി ആയിട്ടുണ്ട്. പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ ഗൈസ്, അവിടെ അവിടെയും എല്ലാവർക്കും ഒരു ബൂസ്റ്റ് ആവും, ഇവിടെ എല്ലാവർക്കും ഒരു ബൂസ്റ്റ് കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പം ലെറ്റ്സ് ഗോ. ദിസ് വിൽ ബി ദ ബെസ്റ്റ് ഡിസിഷൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയാണ്. നമുക്ക്
ഡൗൺ ടൈമിൽ എല്ലാവരുടെയും അല്ലെങ്കിൽ ഈ പറയണത് പോലെ ആ ഗ്യാങ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒന്ന് ഡിസ്മാൻഡിൽ ആയിട്ടില്ല. എല്ലാവരും ഒന്ന് സ്റ്റോപ്പാക്കി നിർത്തിയേക്കോ, എല്ലാവരും തിരിച്ചു കൊണ്ടുവരാം, എല്ലാവരും ഇതാക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, അത് പറയാം. ബാക്കി സെർവറും കാര്യങ്ങളൊക്കെ ഉടനെ ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. സീരിയസ് ആയിട്ട് പറയാം, ഞാൻ 2 ദിവസം കൂടുമ്പോഴേക്കും RP-യിലൊക്കെ കയറുന്നത് നിങ്ങൾക്ക് അറിയാവത്. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ RP തന്നെ ലൈവ് വരും, ഒരു സംശയമില്ല. എങ്ങും കിട്ടിയില്ല ഗ്രാൻഡ് RP ലൈവ് എങ്കിലും ഞാൻ വരും, ഒരു സംശയമില്ല. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. RP ഓഡിയൻസിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്ന് PUBG ലൈവ് ഇടാൻ വേണ്ടി വന്നതാണ്. അപ്പം RP ഓഡിയൻസിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്രയേ ഉള്ളൂ ഡിസിഷൻ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്കിത് പറയണമായിരുന്നു, ഹാർഡ് കോറായിട്ട് എനിക്കിത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതെന്തായാലും അങ്ങ് നടന്ന്.